ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. കർമ്മഭാവത്തിലാണ് സൂര്യൻ, അതുപോലെ 9ാം ഭാവത്തിൽ വ്യാഴവും. അത് പല മികച്ച അവസരങ്ങൾ നൽകുന്നതാണ്. 10ാം ഭാവത്തിലെ സൂര്യനെ കൊണ്ട് പല ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പല കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കാനും അത് വേണ്ട വിധത്തിൽ ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കും. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഗവേഷണത്തിന് വേണ്ടിയിട്ടും നിയമം സംബന്ധമായിട്ടും അതുപോലെ ഭരണരംഗത്തും ഒക്കെ ശോഭിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് തൻ്റെ ബിസിനസ്സിലും ഒക്കെ പുതിയ നിക്ഷേപകരെ കണ്ടെത്താൻ സാധിക്കും. തൻ്റെ മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും. അത് അവരുടെ ഉപദേശം കൂടെ സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനത്തിലും പുതിയ വരുമാന മാർഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി, അതുപോലെ വാഹനം, ഇങ്ങനെയുള്ള സ്വത്തുക്കളിൽ നിന്നും ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. എന്നാൽ ഇതിൽ ആവശ്യത്തിലേറെയുള്ള ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ശാരീരിക ആരോഗ്യം തൃപ്തികരം തന്നെയാണ്. എന്നാൽ ചില ദീർഘയാത്രകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഐക്യം വർദ്ധിക്കും. പിതാക്കന്മാരുടെയും ഗുരുസ്ഥാനീയരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകാൻ, അവരുടെ പിന്തുണ നേടാനും ഒക്കെ സാധിക്കും. ദാമ്പത്യത്തിലും പരസ്പര വിശ്വാസം ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ സാധ്യമായ ഒരു ആഴ്ചയാണിത്. പരിഹാരമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ സേവിക്കുക, അഥവാ ആ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രം ജപിക്കുക. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ, മുരുകക്ഷേത്രത്തിലും ഒക്കെ പോയി ചുമന്ന പൂക്കൾ സമർപ്പിക്കുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ദുർഗാദേവിയെ ഭജിക്കുന്നതും ഭദ്രകാളിയെ ഭജിക്കുന്നതും അനുകൂലം തന്നെയാണ്. അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഗുണകരമാണ്.